നമസ്കാരം, വെൽക്കം ടു ഔട്ട്സ്പോക്കൺ. മരയ്ക്കാർ എന്ന മാരക ദുരന്തം തിയേറ്ററുകാർക്കുണ്ടാക്കിയ നഷ്ടം നികത്താനായി വന്ന സിനിമയാണ് ആറാട്ട്. ഇപ്പോൾ ആറാട്ടുണ്ടാക്കിയ നഷ്ടം നികത്താൻ വല്ല തെലുങ്കോ കന്നഡയോ സിനിമ വരേണ്ട അവസ്ഥയായി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. എങ്കിലും തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടിറങ്ങിയ ഒരു പ്രേക്ഷകന് പടം വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ തകർത്തുണ്ട്. ഇത് ആറാടുകയാണ്. ലാലേട്ടൻ ആറാടുകയാണ്. ഇനി ആറാട്ട് ലാലേട്ടൻ, മൂന്നാമത് ലാലേട്ടൻ വരും. ഫസ്റ്റ് ഹാഫ് ലാലേട്ടന്റെ ആറാട്ടം. സത്യം പറഞ്ഞാൽ ലാലേട്ടൻ ആറാടുകയല്ല, അഴിഞ്ഞാടുകയാണ്. സിനിമ കാണാൻ പോയ പ്രേക്ഷകരുടെ നെഞ്ചത്ത് കയറിയായിരുന്നു ആ അഴിഞ്ഞാട്ടം. നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ടല്ല, പത്മഭൂഷൺ ഭരത് ലാലേട്ടന്റെ, നമ്മുടെ മോഹൻലാലിന്റെ വിമർശകരുടെ നെഞ്ചത്ത് കയറി ചവിട്ടിക്കൊണ്ടുള്ള ആറാട്ടാണ്. ഈ സിനിമയുടെ സംവിധായകനായ ശ്രീ ബി ഉണ്ണികൃഷ്ണന് സിനിമയെക്കുറിച്ച് വ്യക്തമായ ധാരണകളുണ്ട്, വൻ പ്രതീക്ഷകളുണ്ട്. പല ആവർത്തി പറഞ്ഞതാണ്, ഇതിനകത്ത് നിങ്ങൾ ഘനപ്പെട്ട കണ്ടന്റ് നോക്കേണ്ട കാര്യമില്ല, ഇതിനകത്ത് വലിയൊരു കഥാഗതി നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. പിന്നെ എന്ത് തേങ്ങയാണ് നോക്കേണ്ടത്? കണ്ടന്റ് നോക്കണ്ട, കഥ നോക്കണ്ട. 2.5 മണിക്കൂർ മോഹൻലാലിനെ മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ മതിയെങ്കിൽ കാശ് മുടക്കി തിയേറ്ററിൽ പോകേണ്ട കാര്യമുണ്ടോ? ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നോക്കിക്കൊണ്ടിരുന്നാൽ പോരെ? വിശ്വാസം, പ്രേക്ഷകരിലും തിയേറ്ററിലുള്ള ആ വിശ്വാസം പ്രേക്ഷകർ എനിക്ക് നിറഞ്ഞ സ്നേഹത്തോടെ തിരിച്ചു തന്നു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പൊ പ്രേക്ഷകർ ഈ പടത്തിന് ഏറൽ കയറ്റുമെന്ന് നേരത്തെ അറിയായിരുന്നു, അത് നന്നായി. അപ്പൊ എന്തായാലും ഇത്തവണ നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമയാണ് നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ട്. തുടങ്ങുകയല്ലേ നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ട്. ആറാട്ടാണ് അല്ല, എട്ടാട്ടാണ് നിന്റെ മുഖത്ത്. മനസ്സിൽ വെച്ചോ തിരുമേനി, ഐ ആം ഔട്ട്സ്പോക്കൺ. കഥ നടക്കുന്നത് പാലക്കാടാണ്. പാലക്കാട്ടെ മുതലക്കോട്ട എന്ന ഗ്രാമത്തിലേക്കാണ് നെയ്യാറ്റിൻകര ഗോപൻ വരുന്നത്. ഈ അന്യഗ്രഹ ജീവികളെല്ലാം കൃത്യമായിട്ട് അമേരിക്കയിൽ ചെന്ന് ലാൻഡ് ചെയ്യുന്നത് പോലെ ഉത്സവം നടത്താനായി 6-ാം തമ്പുരാനും IAS ജസ്റ്റ് മിസ്സായ റൗഡിയും നെയ്യാറ്റിൻകര ഗോപനും ഒക്കെ ആദ്യമായി ചെന്ന് കയറി കൊടുക്കുന്നത് പാലക്കാട്ടേക്കാണ്. ഇതിന് മാത്രം എന്ത് പാപമാണ് പാലക്കാടുള്ളവർ ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയാൻ പാടില്ല. എന്റെ കർത്താവേ, ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ സകല മാരണങ്ങൾ ആദ്യമായി വന്നു കയറുന്നത് ഈ കരയിലേക്കാണല്ല. ഉരുൾപൊട്ട്, ഭൂമികുലുക്കം, പേമാരി, പെരുമാള്, ഇപ്പൊ ഫാന്റം പൈ. ആ ഗ്രാമത്തിൽ എല്ലാവർക്കും സഹായം ചെയ്യുന്ന പരോപകാരികളായ നന്മയുടെ നിറകുടങ്ങളായ 3-4 ചെറുപ്പക്കാരുണ്ട്. അവരാണ് റിയൽ ഫൈറ്റേഴ്സിനും റോയൽ വാരിയേഴ്സിനും ഒപ്പം നിൽക്കുന്ന മുതലക്കോട്ട ബറ്റാലിയൻ. ഒരു മാസ് സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്യാങ്ങിന് മുതലക്കോട്ട ബറ്റാലിയൻ എന്ന ഊള പേരിടുന്നതിൽ ഞങ്ങൾ റിയൽ ഫൈറ്റേഴ്സിന് എതിർപ്പൊന്നുമില്ല. അപ്പോൾ വിജയരാഘവൻ അവതരിപ്പിക്കുന്ന എടത്തല മത്തായി എന്ന വില്ലന്റെ 18.5 ഏക്കർ പാടം നികത്തണം എന്ന് വില്ലന്റെ സെറ്റ്. അത് നികത്തണ്ട, അവിടെ കൃഷി ഇറക്കണമെന്ന് കൃഷി വകുപ്പ് നാട്ടുകാരും. അപ്പോൾ വില്ലന്റെ കൂടെ ചേർന്ന് ആ പാടം നികത്താൻ വേണ്ടി വരുന്നതാണ് നെയ്യാറ്റിൻകര ഗോപൻ. ഈ മസാല പടങ്ങളിൽ നായകന്മാരെ അവതരിപ്പിക്കുന്ന കണ്ടിട്ടില്ലേ? ചെറിയ വല്ലവനെയും കൊണ്ട് ആദ്യം ഒരു ഡയലോഗ് പറയിക്കും. അവതാരപ്പിറവികളുടെ തേങ്ങാക്കൊല ഉൾക്കൊണ്ട് പൊങ്ങി വരാൻ പോകുന്ന ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. അപ്പതാ വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്നു നമ്മുടെ നായകൻ, സൂപ്പർ താരം. കക്ഷി എന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ, ഈ കക്ഷി ആരാ? അത് ഒരവതാരമാ. എന്തായാലും നെയ്യാറ്റിൻകര ഗോപൻ വെറുതെ അങ്ങ് വരികയല്ല. വരുന്നതിന് മുമ്പ് വോഡാഫോണിന്റെ ഫ്രീ SMS പാക്കൊക്കെ മേടിച്ച് ആക്ടിവേറ്റ് ചെയ്ത് ആ നാട്ടിലുള്ള സകലർക്കും ഐ ആം കമ്മിങ് എന്ന് മെസ്സേജ് അയച്ചിട്ടാണ് വരുന്നത്. ഈ നാട്ടുകാർക്ക് മൊത്തം ഓരോരുത്തർക്കായിട്ട് മെസ്സേജ് അയക്കാതെ അവരെ എല്ലാവരെയും പിടിച്ച് മുതലക്കോട്ട റോക്സ് എന്നും പറഞ്ഞൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരൊറ്റ മെസ്സേജ് അയക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ പോട്ടെ, നെയ്യാറ്റിൻകര ഗോപന് സമയം കളയാനും എന്തെങ്കിലും ഒരു ടൈം പാസ് വേണമല്ലോ. ഈ സിനിമയിലെ നായകന്റെ പേര് നെയ്യാറ്റിൻകര ഗോപൻ എന്നാണ്. അത് മനസ്സിലായി. സിനിമയുടെ ടൈറ്റിലിൽ തന്നെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ട് എന്ന്. എന്നിട്ടും പ്രേക്ഷകരെങ്ങാനും നായകന്റെ പേര് മറന്നുപോയാലോ എന്ന് വിചാരിച്ചിട്ട് സിനിമയിലെ സകല കഥാപാത്രങ്ങളെ കൊണ്ടും മിനിറ്റിന് 30 പ്രാവശ്യം നെയ്യാറ്റിൻകര ഗോപൻ എന്ന് എടുത്തു പറയിക്കുന്നത് സിനിമ എങ്ങനെയെങ്കിലും 2.25 മണിക്കൂർ തള്ളി നീക്കാനുള്ള ഒരു ഡയറക്ടേഴ്സ് ബ്രില്യൻസ് മാത്രമാണ്. നെയ്യാറ്റിൻകര ഗോപൻ
നെയ്യാറ്റിങ്കര ഗോപൻ എന്നൊരാളില്ല. അയാളാ നെയ്യാറ്റിങ്കര ഗോപൻ. നെയ്യാറ്റിങ്കര ഗോപനെ ആരാണ്? ഈ ഗാനഭൂഷണം നെയ്യാറ്റിങ്കര ഗോപൻ. എനിക്ക് ഉടനെ നെയ്യാറ്റിങ്കര ഗോപനെ അറസ്റ്റ് ചെയ്യും. നെയ്യാറ്റിങ്കര ഗോപൻ, ഗാനഭൂഷണം നെയ്യാറ്റിങ്കര ഗോപൻ. നെയ്യാറ്റിങ്കര ഗോപൻ, നെയ്യാറ്റിങ്കര ഗോപൻ വന്നിട്ടുണ്ട്. നെയ്യാറ്റിങ്കര ഗോപ. ഈ ഗാനഭൂഷണം നെയ്യാറ്റിങ്കര ഗോപന്റെ. നെയ്യാറ്റിങ്കര ഗോപൻ. നെയ്യാറ്റിങ്കര ഗോപ, നെയ്യാറ്റിങ്കര ഗോപന്, നെയ്യാറ്റിങ്കര ഗോപ, നെയ്യാറ്റിങ്കര ഗോപ. ഞാനൊരു കാര്യം പറഞ്ഞ നെയ്യാറ്റിങ്കര ഗോപൻ ചെയ്യൂ. ഞാൻ നെയ്യാറ്റിങ്കര ഗോപൻ, നെയ്യാറ്റിങ്കര പിയോ നെയ്യാറ്റിങ്കര. ഗാനഭൂഷണം നെയ്യാറ്റിങ്കര ഗോപൻ. അല്ല നെയ്യാറ്റിങ്കര ഗോപൻ. പേര് ഗാനഭൂഷണം നെയ്യാറ്റിങ്കര ഗോപൻ. നാമത് നെയ്യാറ്റിങ്കര ഗോപൻ പേசுறேன். നെയ്യാറ്റിങ്കര ഗോപൻ എന്ന് പറഞ്ഞാൽ താനാണല്ലേ ഗോപൻ നെയ്യാറ്റിങ്കര? അല്ല, നെയ്യാറ്റിങ്കര ഗോപൻ ഗാനഭൂഷണം. മിസ്റ്റർ നെയ്യാറ്റിങ്കര ഗോപൻ. എന്റെ നെയ്യാറ്റിങ്കര ഗോപ. ആരാ ഈ നെയ്യാറ്റിങ്കര ഗോപൻ? ഭീകരനാണ് ഈ നെയ്യാറ്റിങ്കര ഗോപൻ. ഞാൻ നെയ്യാറ്റിങ്കര ഗോപൻ. നെയ്യാറ്റിങ്കര ഗോപൻ. ആരാ ഈ നെയ്യാറ്റിങ്കര ഗോപൻ? നെയ്യാറ്റിങ്കര ഗോപൻ. നെയ്യാറ്റിങ്കര ഗോപൻ. നെയ്യാറ്റിങ്കര ഗോപൻ. നെയ്യാറ്റിങ്കര ഗോപന. നെയ്യാറ്റിങ്കര ഗോപൻ അല്ല സർ. അപ്പൊ നെയ്യാറ്റിങ്കര ഗോപൻ. എന്തായാലും PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഒന്ന് കരുതിയിരിക്കുക. അടുത്ത PSC പരീക്ഷയ്ക്ക് എങ്ങാനും ഈ പടത്തിൽ എത്ര പ്രാവശ്യം നെയ്യാറ്റിങ്കര ഗോപൻ എന്ന് ഉച്ചരിക്കുന്നുണ്ട് എന്നെങ്ങാനും ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകത്തേ ഉള്ളൂ. Sometimes late at night I can still hear the screaming. ഇങ്ങനെ സ്വന്തം പേര് 100 വട്ടം പറഞ്ഞ് മനുഷ്യരെ വെറുപ്പിക്കുന്നതിൽ ക്വീൻ പടത്തിലെ ചിന്നുവിന്റെ ചേട്ടനായിട്ട് വരും ഗീ റിവർ ബാങ്ക് ഗോപൻ. എനിക്കൊത്ത എതിരാളി, പക്ഷെ എന്ത് ചെയ്യാം? ഈ സിനിമയിലെ പോസിറ്റീവ് വശങ്ങളെ പറ്റിയും എടുത്തു പറയേണ്ടതുണ്ട്. അതാണ് ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ശ്രീ മോഹൻലാലിന്റെ കഴിവ്. സ്ലാങ് ഏതുമായിക്കോട്ടെ, തിരുവനന്തപുരം സ്ലാങ്, തൃശ്ശൂർ സ്ലാങ്, കോഴിക്കോട്, കോട്ടയം, മലപ്പുറം സ്ലാങ് ഏതുമായാലും അത് നല്ല വൃത്തിയായിട്ട് ഏത് സിനിമയിലും ശ്രീ മോഹൻലാൽ ചെയ്യും. പക്ഷെ പടത്തിന്റെ തുടക്കത്തിലെ 10 മിനിറ്റ് മാത്രമേ കാണൂ. അത് കഴിഞ്ഞ പിന്നെ ക്യാരക്ടർ സ്ലാങ് ഒക്കെ വിട്ട് തനി അച്ചടി ഭാഷ സംസാരിച്ചു തുടങ്ങും. ഞാൻ പറയണത് എന്തരാണെന്ന് സാറ് കേള്. എന്നിട്ട് പറ ഞാൻ ചെയ്ത റൈറ്റാ റാങ്കാന്ന്. സാറേ, ഇത്തിരി ധൃതി ഉണ്ടായിരുന്നേ. 10 മണിക്ക് മുതലക്കോട്ട പഞ്ചായത്ത് ഓഫീസിൽ എത്തേണ്ടതാ. ഈ ബുക്കും പേപ്പറും ഒന്ന് പരിശോധിച്ച് വേഗം പറഞ്ഞു വിട്ടാൽ നന്നായിരുന്നു. എല്ലാം ക്ലിയർ ആണ്. എന്തൊരു കാര്യം ചെറിയണ എന്തിനപ്പി ഞാൻ എന്തൊരു ഉടുക്കാ കുണ്ടിയായിട്ട് ഇരിക്കണ. നോക്ക് മക്കളെ, ബൈക്കിൽ വന്നിങ്ങനെ വഴി മുട കാണിക്കുന്നവരോട് ഞാൻ ക്ഷമിച്ചാലും ഈ 2255 ക്ഷമിക്കൂല. ഈ കാറിൽ സഞ്ചരിക്കുന്ന ഈ ഞാനും ഇത്തിരി പെശകാണ്. ചുരുക്കി പറഞ്ഞാൽ മഴക്കാലത്തെ കറണ്ടിന്റെ കണക്കാണ് നെയ്യാറ്റിങ്കര ഗോപന്റെ തിരുവനന്തപുരം സ്ലാങ്. ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണൂല. അതിനിടയ്ക്ക് മുതലക്കോട്ട ബറ്റാലിയൻ ബാറ്റും തൂക്കി ഉടക്കാൻ വരും. അന്നേരം ഗോപന്റെ വക നല്ല ഒന്നാന്തരം മാസ് സീനുണ്ട്. തന്റെ ഗാനഭൂഷണവും ഈ ബിൽഡപ്പും വരട്ടലൊക്കെ അവിടെ നെയ്യാറ്റിൻകരയില്. ഇത് മുതലക്കോട്ടയാ, ഇവിടെ വേണ്ട. പണ്ടൊക്കെ പറയുമായിരുന്നു മോഹൻലാലിന്റെ വിരലുകൾ വരെ അഭിനയിക്കുമെന്ന്. പക്ഷെ ഇപ്പോ മോഹൻലാൽ വിരൽ ചൂണ്ടുന്ന ഇല വരെ അഭിനയിക്കും. ഞങ്ങൾ അറിയാതെ ഇവിടെ ഒരു ഇല പോലും കൊഴിയില്ല. തന്നെ ഇവരോട് ചോദിച്ചിട്ടാണ് കൊഴിയണത്. ചോദിക്കേണ്ട ഒരെണ്ണം കൊഴിഞ്ഞ് നോക്കി. എന്റെ പൊന്നെ, അവരൊരു പഴഞ്ചൊല്ല് പറഞ്ഞതാണെന്ന് ഈ പഴം പിഴിഞ്ഞ ഗോപനോടൊന്ന് പറഞ്ഞു കൊടുക്ക്. ഇക്കണക്കിന് ഇങ്ങേരുടെ ഈ ഷോ ഓഫ് കണ്ടിട്ട് അവരെങ്ങാനും തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട് എന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങേര് സെപ്റ്റി ടാങ്ക് പൊളിച്ചു നോക്കാൻ പോകുമല്ലോ. తమ్ముడు నాతో జాగ్రత్త, నేను చాలా డేంజరస్. തമ്പുരു, ഇയാളാര ഭാഗവതരോ? മലയാളം പോലും നേരെ ചൊവ്വേ അറിയാത്തമാരോടാ ഇങ്ങനെ തെലുങ്കും പറഞ്ഞു നടക്കുന്നത്. പക്ഷെ ഗീ റിവർ ബാങ്ക് ഗോപൻ പാലക്കാട് ഒരു ഗ്രാമത്തിൽ വന്നിട്ട് ഇങ്ങനെ തെലുങ്കും പറഞ്ഞു നടക്കുന്നതിനൊരു കാരണമുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല, ക്ലൈമാക്സ് ആകുമ്പോഴേ മനസ്സിലാവൂ. ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഉദയകൃഷ്ണ പറഞ്ഞിരുന്നു ഈ പടത്തിൽ സ്ത്രീവിരുദ്ധതയോ ഡബിൾ മീനിങ് ഡയലോഗുകളോ ഉണ്ടാവില്ല, ഭയങ്കര പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കുമെന്ന്. നായകനും ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട് ഞാൻ ഭയങ്കര പൊളിറ്റിക്കലി കറക്റ്റ് ആണേ എന്ന്. ഏത് ഐറ്റം? നമ്പൂരിയോ അതോ വർമ്മയോ? അല്ല, സാധാരണ ഈ വക അവതാരപ്പിറവികളുടെ കൂടെ ഒരു ജാതി പേര് വാലായിട്ട് പതിവുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. ജാതി വാലി ഞാൻ മുറിച്ചു, പൊളിറ്റിക്കലി കറക്റ്റ് ആകുന്നതിന്റെ ഭാഗമായിട്ട്. നിങ്ങൾ ഈ മെമ്പർമാരോട് പറഞ്ഞാ നിങ്ങൾക്ക് കല്യാണം വേണ്ട, പഠിപ്പ് മുഴുവിക്കണോ, സ്വന്തം കാലിയിക്കണം എന്നൊക്കെ അപ്രീസിയേഷൻ ആണ് കേട്ടാ. പെണ്ണുങ്ങൾക്ക് കല്യാണമല്ല ഒരേ ഒരു ലക്ഷ്യം, സ്വയം പര്യാപ്തതയാണ് വേണ്ടത്. അതാണ് പൊളിറ്റിക്കലി കറക്റ്റ്. പബ്ലിക്കിനോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് മര്യാദയ്ക്ക് ഇടപെടണം. എന്നെ പോലുള്ള പബ്ലിക് ഇങ്ങനെ കണ്ണി കാണുന്നവരെയൊക്കെ ഉപദേശിക്കുമെങ്കിലും ഇങ്ങനെ വാ തുറന്നാൽ സ്ത്രീവിരുദ്ധതയും ഡബിൾ മീനിങ്ങും മാത്രമേ പറയൂ. എന്ത് ചെയ്യല്ല, ഒറ്റ മൂലി വേണ. ജോൺ വിക്കോ, കുറച്ച് വിക്കുണ്ട്.
ഓ മൈ ജൂലി ജൂലി നിന്റെ ഗിറ്റാറിൻ മാറി എത്ര കമ്പി. പുള്ളിക്കാരൻ വലിയ ഇടിയാ. അതെ. പക്ഷെ എനിക്കിഷ്ടം നാടനടിയാ. ഓരുമ്പോ ഓരുമ്പോ രുക്കുമണി വണ്ടി വരത് വാങ്കടാ വന്ദനം പണ്ണുങ്കള ഓടി വന്ന് വണ്ടിയെ തള്ളുങ്കട. പൊങ്ങുന്നുണ്ടോ അതോ പൊങ്ങുന്നില്ലേ? അതോ പൊങ്ങുന്നായിട്ട് എനിക്ക് തോന്നുന്നതാണോ? ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, സിനിമയിലെ കഥാപാത്രങ്ങളെല്ലാവരും പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഉദാഹരണത്തിന് മുംബൈ അധോലോകത്തിലെ റൗഡിയായ റോക്കി ബായി പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണമെന്ന് വാശി പിടിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പക്ഷെ ഇതുപോലെ ഊക്കും ഉപദേശവും കൂടെ ഒരുമിച്ചാവുമ്പോഴാണ് പ്രശ്നം. പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉടനെ ഡബിൾ മീനിങ് ഡയലോഗ് അടിക്കുന്നതിൽ ഇട്ടിമാണിയുടെ അപ്പനായിട്ട് വരും നെയ്യാറ്റിൻകര ഗോപൻ. നിങ്ങളുടെ അമ്മച്ചിയുടെ ജിമ്മിക്ക് കമ്മൽ, കക്കാൻ പോണേ നിങ്ങളുടെ അമ്മച്ചിയുടെ ജിമ്മിക്ക് കമ്മൽ. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും വളഞ്ഞിരിക്കുമെന്ന് പറയുന്നത് പോലെ എത്രയൊക്കെ പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ നോക്കിയാലും ഉദയകൃഷ്ണ എഴുതി വരുമ്പോൾ ഈ സ്ത്രീവിരുദ്ധതയും ഡബിൾ മീനിങ്ങും ഒക്കെ തള്ളി കയറിയെങ്കിൽ പോരും. സ്വാഭാവികം. ഷൈലോക്ക് റോസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, മാസ് രംഗങ്ങളിൽ നായകന് സ്വന്തമായിട്ട് ഡയലോഗ് കൊടുക്കാതെ കണ്ട തമിഴ് സിനിമയിലെ മാസ് ഡയലോഗുകൾ അടിച്ചു മാറ്റി വെച്ചത് എഴുത്തുകാരൻ്റെ ദാരിദ്ര്യമാണെന്ന്. അത് എഴുത്തുകാരൻ്റെ ദാരിദ്ര്യമാണെങ്കിൽ ഇത് എഴുത്തുകാരൻ്റെ തോന്നിയാസമാണ്. വന്ന് റെഫറൻസുകൾക്കൊന്നും ഒരു വിലയില്ലാതായി. ആവശ്യത്തിനും അനാവശ്യത്തിനും കോമഡി രംഗങ്ങളിലും മാസ് രംഗങ്ങളിലും ആക്ഷൻ രംഗങ്ങളിലും മോഹൻലാലിന്റെ തന്നെ പഴയ സിനിമയിലെ ഡയലോഗ് കുത്തിക്കയറ്റിയത് കയ്യിൽ കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. പണിക്കരെ നമ്പിനാൽ നമ്പിനവൻ ഉജ്ജ്വലമായിരുന്നു പ്രകടനം. ചിത്രം, ആറാം തമ്പുരാൻ, നരസിംഹം, മണിച്ചിത്രത്താഴ്, ലൂസിഫർ, ചന്ദ്രലേഖ തുടങ്ങിയ മോഹൻലാലിന്റെ സകല സിനിമകളുടെയും രംഗങ്ങൾ വീണ്ടും മോഹൻലാൽ തന്നെ കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇങ്ങനെ പഴയ സിനിമകളുടെ സീനുകളൊക്കെ റീക്രിയേറ്റ് ചെയ്ത് വെക്കാനാണെങ്കിൽ പുതിയ സിനിമ കാണാമെന്നും പറഞ്ഞുകൊണ്ട് ആളുകൾ തിയേറ്ററിൽ പോകേണ്ട കാര്യമുണ്ടോ? ഈ പഴയ പടങ്ങളൊക്കെ തന്നെ യൂട്യൂബിൽ പിന്നെ എടുത്ത് വെച്ച് കണ്ടാൽ പോരെ. ഇതിനകത്ത് ഒരു ത്രില്ലില്ല. ഈ പടത്തിൽ ഉദയകൃഷ്ണയ്ക്ക് മാത്രമല്ല ദാരിദ്ര്യം, ക്രൂവിലുള്ള സകലർക്കും അങ്ങ് ദാരിദ്ര്യമാണ്. എഴുത്തുകാരന് ദാരിദ്ര്യം, സംവിധായകന് ദാരിദ്ര്യം, മ്യൂസിക് ഡയറക്ടറിന് ദാരിദ്ര്യം, ലിറിസിസ്റ്റിന് ദാരിദ്ര്യം. എന്നാൽ പിന്നെ ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരു BPL കാർഡിന് അങ്ങ് അപ്ലൈ ചെയ്തൂടെ? ഇത് പറയാൻ കാര്യം ഈ സിനിമയിൽ ഒരു ഫൈറ്റിനിടയ്ക്ക് ഒരു പാട്ടുണ്ട്. സംഹാര താണ്ഡവായ ഞഞ്ഞ പിഞ്ഞ. തുടക്കത്തിലെ താണ്ഡവെന്നും കേട്ടു, ലാസ്റ്റിൽ സംഭവമെന്നും കേട്ടു, നടുക്കുള്ളതെല്ലാം കുതാകവ. ട്യൂണിനൊപ്പിച്ച് വരി എഴുതാൻ അറിയാൻ വയ്യെങ്കിൽ ആ സന്തോഷ് പണ്ഡിത്തിനെ എങ്ങാനും ചെന്ന് കാണുക. ഒന്നുമില്ലെങ്കിൽ അങ്ങനെ സ്വന്തം പടത്തിന് വേണ്ടിയിട്ട് 8-10 പാട്ട് എഴുതിയിട്ടുള്ളതാണ്. ഗോകുലനാഥനായി കള്ളക്കണ്ണൻ രാധയുമായങ്ങു ചേർന്നു നിന്നേ കാണിന്തിയാറ്റി കുളിക്കുന്നേരം ഗോപികമാർ വന്നു കൂട്ടുകൂടി. കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് അതിബുദ്ധി കാണിച്ച് പഴയ പടങ്ങളിലെ സീൻസ് റീക്രിയേറ്റ് ചെയ്തപ്പോൾ ഉക്രിയും ബുക്രിയും മറന്നുപോയൊരു കാര്യമുണ്ട്. പ്രേക്ഷകർ പഴയ സീൻസും പുതിയ സീൻസും തമ്മിൽ കമ്പയർ ചെയ്യുമെന്ന്. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനിലക്കടലിൽ പൂക്കും പുണ്യമല്ലോ നീ. ഗഗഗഗരിഗ ദിരിഗ സരിഗ ദിരിഗ പനി സരിഗ പപ്പ പാപ ഗഗപ ഗഗപ ദിഗപ സരിഗ നിസരി നിസരിഗ പനി സനി സനി പനി സനി പനി സനി സത്തി സനി സ പനി സനി സ. സരിഗഗരിഗമമ്മഗരി സരിഗഗരി സരി സനി പാനി സരിഗഗമ പപ്പദ സസനി ധനി ദപ മഗരി സരിഗ പ. പവനിനി സസരിരി സസനിനി പപ പവനിനി സസഗഗരിരി സസനിനി പപ സസ പവനിനി പപ സഗരിരി സസഗഗരിരി പപ ഗഗനിനി പപ സന്നി പസനി പസന്നി പത്നി പഗനി പഗരി പഗരിരി ഗഗരിരി ഗഗ സസരിരി സരിനി സസനിനി സസ പവനിനി പനി പവനിനി സസനിനി സസരിരി ഗഗ സസരിരി ഗഗരിരി ഗഗ പവനിനി ഗഗ പവനിനി പവനിനി സസരിരി ഗഗ. ഈ സിനിമയിലെ നായകനും സഹതാരങ്ങളും കോമഡി ആർട്ടിസ്റ്റുകളും അങ്ങനെ സകലരും തലയ്ക്ക് 10 പൈസയുടെ കുറവുള്ളവരെ പോലെയാണ് പെരുമാറുന്നത്. അല്പമെങ്കിലും സെൻസിബിളായിട്ട് സംസാരിക്കുന്നത് ശ്രദ്ധാ ശ്രീനാഥ് അവതരിപ്പിക്കുന്ന അഞ്ജലി RDO എന്ന കഥാപാത്രം മാത്രമാണ്. നിങ്ങളുടെ ഷോ കഴിഞ്ഞെങ്കിൽ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഫുൾ ഫ്രീ വേണ്ടേ?
എന്റെ ആത്മഹത്യ കുറിപ്പിൽ ഞാൻ മാഡത്തിന്റെ പേരും കൂടെ എഴുതി വെക്കും, നോക്കിക്കോ. സാറിന്റെ പേര് അയ്യോ എന്റെ പേര് തന്നെ എഴുതുന്നു, മാഡത്തിന്റെ പേര് പോരാ. എന്റെ പേര് എഴുതി വെച്ചോ, പക്ഷേ ആത്മഹത്യ ചെയ്തേക്കണം. പടത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് കോട്ടയം രമേശ് അവതരിപ്പിക്കുന്ന കുമാർജി. കുമാർജി നാട്ടുകാരുടെയും മുതലക്കോട്ട ബറ്റാലിയൻ്റെയും കൺകണ്ട ദൈവമാണ്, യോഗാചാര്യനാണ്. ഈ അയ്യപ്പനും കോശിയും എന്ന സിനിമയ്ക്ക് ശേഷം മലയാള സിനിമയിൽ തിലകൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് കോട്ടയം രമേശ്. അദ്ദേഹത്തെ കളിയാക്കിയതൊന്നുമല്ല, ഇതുവരെ ചെയ്ത സിനിമകളിൽ എവിടെയൊക്കെ ഒരു തിലകൻ്റെ മാനറിസംസ് കാണാൻ സാധിക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. കോട്ടയം രമേശ് ആൾ വളരെ നല്ലൊരു നടൻ തന്നെയാണ്. അദ്ദേഹത്തിന് ഇനിയും ധാരാളം മികച്ച വേഷങ്ങൾ കിട്ടട്ടെ. പക്ഷേ ഇത്തവണ വന്ന് കയറിയത് ഇതുപോലൊരു പടത്തിലായി പോയി എന്ന് മാത്രം. ഈ സിനിമയിൽ നായിക എന്ന് പറയുന്നത് ശ്രദ്ധാ ശ്രീനാഥ് ആണെങ്കിലും നായികയെക്കാട്ടിലും ഒരു 3-3.5 പടി മോളിൽ എക്സ്പ്രഷൻ ഇട്ട് മരിക്കുന്നത് രചനാ നാരായണൻകുട്ടിയാണ്. സൗദാമിനി ശശിയുടെ ഇടുപ്പുവലി എങ്ങനെയുണ്ട്? ഒരിക്കൽ കൂടി ആ ശബ്ദം പുറപ്പെടുവിക്കൂ. പ്രസിഡന്റിന്റെ ഭാര്യയുടെ നടുവേദന വരെ ഫേമസ് ആയോ? 100 രൂപ കൊടുത്താൽ 500 രൂപയ്ക്ക് അഭിനയിക്കുന്ന ഒരു നടിയാണ് രചനാ നാരായണൻകുട്ടി. എനിക്ക് തോന്നുന്നു ഈ 100 രൂപ കൊടുക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. സിനിമയിലൊരു റോള് തരാം, പക്ഷെ കാശൊന്നും തരത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഓവർ ആക്ട് ചെയ്ത് ചളവാക്കുമെന്ന് തോന്നുന്നില്ല. അയ്യോ, നിങ്ങളിത് കേട്ടോ? നെയ്യാറ്റിൻകര ഗോപൻ എന്ന് പറഞ്ഞ AR റഹ്മാൻ വരെ അറിയണ ആളാണ്. എന്റെ രുക്കു, ഒരു കാലത്ത് ഞങ്ങൾ 1 bed 1 pot എന്നുവെച്ചാ ഒരു പായ ഒരു പാത്രം. ഈ പടത്തിന്റെ തുടക്കത്തിൽ കട്ടക്കലിപ്പായിട്ട് ഗോപനെതിരെ നിന്ന കൃഷി ഓഫീസർ രുക്മിണി ഗോപനെ കണ്ടതിന് ശേഷം കിളി പോയതുപോലെയാണ് പെരുമാറുന്നത്. ഇതിനെയാണ് പ്രാന്ത് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യല്ല, ഒറ്റമൂലി വേണ മണ്ടിപ്പെണ്ണെ രുക്കു. അങ്ങനെ ഗോപൻ മുതലക്കോട്ടയിൽ AR റഹ്മാൻ ഷോ നടത്താമെന്നും പറഞ്ഞ് പാടം ഗ്രൗണ്ടാക്കി മാറ്റും. അയ്യോ, അതൊക്കെ നടക്കുവോ? ഗോപേട്ടനെ AR റഹ്മാനൊക്കെ പരിചയമുണ്ടോ? നീ എന്താ ചോദിച്ചത്? എനിക്ക് റഹ്മാനെ പരിചയമുണ്ടോന്ന്? അത് കഴിയുമ്പോൾ ഉടനെ തന്നെ ഇടത്തല ടീംസുമായിട്ട് ഗോപൻ ഉടക്കും. നീ കളിക്കുന്നത് ഇടത്തലക്കാരോടാണ്, തല കാണില്ല. ഇതുവരെ തലയല്ലടാ, ഇത് താൻ തലയുടെ തല. എടുത്തു പറഞ്ഞത് നന്നായി. ഞാൻ വിചാരിച്ച കൊലയാണെന്ന്. തല കറക്കി കാണിച്ചിട്ട് ഇതാണ് തല എന്ന് പറയുന്നതൊക്കെയാണ് പഞ്ച് ഡയലോഗ്. വന്ന് പഞ്ച് ഡയലോഗൊക്കെ ഇഞ്ചി കടിച്ച പോലായി. ഇത് തകതക തലയുടെ വിളയാട്ടമല്ല, വധവധ വിധിയുടെ വിളയാട്ടമാണ്. എന്തായാലും ഗോപൻ തന്റെ കറങ്ങുന്ന തല ഉപയോഗിച്ച് ഒരു കാര്യം കണ്ടുപിടിക്കും. ഈ 18 ഏക്കർ സ്ഥലം എടത്തല മത്തായുടേതല്ല, ഏതോ പാവം പിടിച്ച് ശ്രീധരൻ മാഷിൻ്റെതാണ്. ശ്രീധരൻ മാഷ് എടത്തല മത്തായിയെ പേടിച്ച് കുടുംബമായിട്ട് ഒളിവിലാണ്. വളരെ ദൂരെങ്ങാണ്ട് സേഫായിട്ട് ഒളിവിലിരുന്ന ശ്രീധരൻ മാഷിനെ ഗോപൻ പോയി വണ്ടിക്കൂലിയും കൊടുത്ത് വിളിച്ചുകൊണ്ട് വന്ന് ഇടി മേടിച്ചു കൊടുക്കും. ഈ എടത്തല മത്തായിയെയും മക്കളെയും പേടിച്ച് മാഷും പേരക്കുട്ടിയും മറ്റൊരു നാട്ടിലാണിപ്പോൾ. ഞാൻ അവരെ കൊണ്ടുവരും. ഞാനിവിടെ ഉണ്ടാകും, ഒരു കാവലായി, ഒരു മകനെ പോലെ. ഇവിടെ വന്ന് ആരും നിങ്ങളെ ഉപദ്രവിക്കില്ല. എന്തു പറ്റി? അയാള് ഞങ്ങള് പൊക്കോളാം. എനിക്ക് എന്റെ മോളുടെ ജീവനാ വലുത്. ചുരുക്കി പറഞ്ഞ ഗോപനെ കൊണ്ട് മുതലക്കോട്ടയിലുള്ളവർക്ക് മാത്രമല്ല, ദൂരെങ്ങാണ്ട് ഒളിവിലിരിക്കുന്നവർക്ക് പോലും സ്വൈര്യമില്ല. അപ്പൊ പിന്നെ കാശും കൊടുത്ത് ഗോപനെ കാണാൻ അങ്ങോട്ട് പോയ പ്രേക്ഷകരുടെ കാര്യം പ്രത്യേകിച്ച് പറയണോ? മീൻവെയിൽ ഇടത്തല മത്തായി ഗോപനെ തട്ടാൻ പ്ലാൻ ചെയ്യും. അതിന് വേണ്ട ഏർപ്പാട് ഉടനെ ചെയ്തു. അത് വേണോ അപ്പച്ച? നമ്മളെ കയ്യിൽ നിൽക്കൂ. ഇച്ചാരൊന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? അത് വേണം അപ്പച്ച, വേണം. നിങ്ങൾ ആരെ പറ്റിയാ പറയുന്നേ? നീ അറിയണ്ട എന്നും പറഞ്ഞ് അങ്ങേരുടെ മുന്നിൽ വെച്ച് തന്നെ ഉള്ള പ്ലാൻ മൊത്തം അങ്ങ് പറയും. തീർക്കണം അവനെ, ആ നെയ്യാറ്റിൻകരയെ. നീ നേരിട്ട് വിളിക്കണ്ട, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. എത്ര ചെലവായാലും ആ നെയ്യാറ്റിൻകര ഗോപൻ ഇനി ജീവനോടെ വേണ്ട. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ സിനിമയിലെ സകല കഥാപാത്രങ്ങൾക്കും തലയ്ക്കൽപ്പം വട്ടുണ്ടെന്ന്. ഒരു സീക്രട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഇവരൊക്കെ ദേവനെ കണ്ട് പഠിക്കണം.
ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. എന്താ? അതിപ്പോ പറയാൻ കഴിയില്ല. വരട്ടെ. അപ്പോ ഗോപനെ തട്ടാൻ വേണ്ടിയിട്ട് മത്തായി ബോംബെ നിറക്കിയ ഡോണാണ് ബഡാ രാജു. 53 കൊലക്കേസിലെ പ്രതിയ. ഒറ്റ കേസ് പോലും തെളിയിക്കാൻ മുമ്പേ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അവൻ കരാറേറ്റ കൊന്നിരിക്കും, വെടിവെച്ച് കൊല്ലും. തോക്കുണ്ട് മുനി, തോക്കുണ്ട്. ഞങ്ങളുണ്ട് നിങ്ങളുടെ ഒപ്പം. ഒരു കാര്യമില്ല. തുടക്കത്തിലെ മാസമായിട്ട് കാണിച്ച മുതലക്കോട്ട ബറ്റാലിയന് ഇപ്പൊ പട്ടിയുടെ വില പോലും ഇല്ലാതായി. എന്തായാലും ഗോപൻ ഇഡിക്കും ഇൻകം ടാക്സിനും ഒക്കെ പരാതി കൊടുത്ത് ഇടത്തല മത്തായിയുടെ കോടിക്കണക്കിന് സ്വത്തുകൾ കണ്ടുകെട്ടും. എന്റെ പൊന്ന് പോലീസേ, ഞാനിവിടെ കുടുങ്ങിപ്പോയി. എന്റെ പൊന്ന് പോലെ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. പേടിക്കണ്ട, തന്റെ കാര്യം ഞാൻ ഏറ്റു. തന്നെ കൊണ്ടുപോകാൻ ആള് വരുന്നുണ്ട്. അങ്ങനെയല്ലേ കൊണ്ടുപോകണ്ട, ഞാൻ പോയിക്കോളാം. അത് പറഞ്ഞാൽ പറ്റില്ലേ? അത് പറഞ്ഞ എന്ത് ചെയ്യും? അങ്ങനെ ഒറ്റക്കൊന്നും പോകണ്ട. തനിക്ക് വട്ടാണെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. വട്ടിന്റെ തന്തയ്ക്കാണ്. പോടാ ഇവന്റെ തന്തയ്ക്ക്. ഈ പടത്തിലെ കൊള്ളാവുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് ആക്ഷൻ സീക്വൻസ് ആണ്. ഫൈറ്റ് സീൻസ് ഒക്കെ മോഹൻലാൽ ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് അല്ലാത്ത സീൻസ് ഒന്നും കണ്ടിരിക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. I am not a gangster. I am not a monster. I am sinister. I am Lucifer. പിന്നെ ക്ലൈമാക്സ് ആണ്. മത്തായിയുടെ മക്കളെ സായികുമാറിനെ ഇടിച്ചങ്ങ് ഇഞ്ചപ്പരുവാക്കും. അപ്പോഴാണ് നമ്മൾ ആ ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് തിരിച്ചറിയുന്നത് നെയ്യാറ്റിൻകര ഗോപൻ ആരാണെന്ന് സത്യം. ശരിക്കും അയാൾ ആരാണ്? അയാൾ ഒരു പട്ടാളക്കാരന്. മിലിറ്ററി ഇന്റലിജൻസിലെ കേണൽ സൂര്യചന്ദ്രലാൽ. ഒരു കറേജിയസ് സോൾജർ. ഈ കാണുന്നത് വർഷങ്ങളായി പിരിഞ്ഞിരുന്ന ഭാര്യയും ഭർത്താവുമല്ല, അമ്മയും മോനുമാണ്. ഈ സിനിമയിലെ ഏറ്റവും വലിയ മിസ്കാസ്റ്റ് ആയിരുന്നു സീത. റിയൽ ലൈഫിൽ നായകനെക്കാട്ടിലും ഒരുപാട് പ്രായം കുറഞ്ഞ നടിമാരെ പിടിച്ച് സിനിമയിലെ നായകന്റെ അമ്മയാക്കുന്നത് ഒരു സ്ഥിരം പരിപാടിയാണ്. പക്ഷേ സ്ക്രീനിൽ കാണിക്കുമ്പോഴെങ്കിലും പ്രേക്ഷകർക്ക് ഈ പ്രായവ്യത്യാസം തോന്നണം. എന്തായാലും അനശ്വര രാജനും അനിഖ സുരേഷുമൊക്കെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. എപ്പോഴാണ് നിങ്ങളെ പിടിച്ച് ഏട്ടൻ്റെയും മിക്കയുടെയൊക്കെ അമ്മ റോളിലേക്ക് ഇടുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഈ ഞെട്ടിക്കുന്ന ട്വിസ്റ്റൊക്കെ കണ്ട് തലപെരുത്തിരിക്കുമ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. സത്യത്തിൽ ശരിക്കുള്ള വില്ലന്മാർ ഈ മുതലക്കോട്ട ബറ്റാലിയനും കുമാർജിയുമാണ്. അവർ പണ്ടൊരു ട്രെയിൻ കൊള്ളക്കിടയിൽ ഈ കേണൽ സൂര്യചന്ദ്രലാലിന്റെ പേരൻസിനെ കൊന്നു. അതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സൂര്യചന്ദ്രലാൽ നെയ്യാറ്റിൻകര ഗോപൻ എന്നും പറഞ്ഞ് പാലക്കാട് കറങ്ങി നടക്കുന്നത്. ഇത്രയൊക്കെ ആകുമ്പോഴേക്കും പ്രേക്ഷകർ ഇയാൾ ആര് വേണേ ആയിക്കോട്ടെ, എന്ത് വേണേ കാണിച്ചോട്ടെ എന്നൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടാവും. പക്ഷെ ഗോപൻ അവിടെ കൊണ്ട് നിർത്തുന്നില്ല. AR റഹ്മാൻ ഷോയ്ക്ക് വേണ്ടി സാക്ഷാൽ AR റഹ്മാനെ തന്നെ വിളിച്ചുകൊണ്ട് വരും. என் அன்பு தோழன், ரத்தத்தின் ரத்தம், என் உயிர், இசை புயல், AR റഹ്മാൻ. പക്ഷെ വിളിച്ചോണ്ട് വന്ന സ്റ്റേജ് മാറിപ്പോയി. ബിഗ് ബോസ് സീസൺ 4ന്റെ സ്റ്റേജിലോട്ടാണ് റഹ്മാനെ വിളിച്ചുകൊണ്ട് വന്നത്. വെൽക്കം റഹ്മാൻ സർ, വെൽക്കം. എന്തായാലും AR റഹ്മാനെ മുക്കാബല പാടാൻ ഏൽപ്പിച്ചിട്ട് ഗോപൻ ഓടിപ്പോയി താടിയൊക്കെ ട്രിം ചെയ്ത് ഫൈറ്റ് ചെയ്യും. ഫൈറ്റിന്റെ അവസാനം കുമാർജി ഗോപനെ ഗൺ പോയിന്റിൽ നിർത്തും. അന്നേരം ആരാണ്ടോ കുമാർജിയുടെ നെറ്റിയിലോട്ട് അമ്പലപ്പറമ്പിൽ കിട്ടുന്ന 5 രൂപയുടെ ലേസർ അടിച്ച് കളിക്കും. ആ വട്ടപ്പൊട്ടെ എപ്പോഴിങ്ങനെ മാടി വിളിക്കുന്നവർ തോന്നുക.
എന്റെ ബലമായ സംശയത്തിൽ AR റഹ്മാന്റെ വീട്ടിലുള്ള ആരെയോ ബി ഉണ്ണികൃഷ്ണൻ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതുപോലൊരു തല്ലിപ്പൊളി പടത്തിൽ റഹ്മാൻ വന്ന് തല കാണിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അങ്ങനെ ഒരു വിധത്തിൽ ഈ ആറാട്ടും പേക്കൂത്തും എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ച് സമാധാനിച്ചിരിക്കുമ്പോഴാണ് പിന്നെ ഒടുക്കത്തെ ട്വിസ്റ്റ്. ഈ സൂര്യചന്ദ്രൻ ലാൽ എന്ന് പറയുന്നത് നെയ്യാറ്റിൻകര ഗോപനല്ല, ബിജു മേനോനാണ്. ഉള്ളത് പറഞ്ഞാൽ ഈ സിനിമയിൽ മനുഷ്യനെ വെറുപ്പിക്കാത്ത ഏക കഥാപാത്രം ബിജു മേനോൻ തന്നെയാണ്. അപ്പൊ നെയ്യാറ്റിൻകര ഗോപൻ ഹീസ് ആൻ അണ്ടർകവർ ഏജന്റ്. അയാളുടെ ഐഡന്റിറ്റി ക്ലാസിഫൈഡ് ആണ്. Commissioner, Nimda, Dozras tell me, har tabush crack oikinim bomla, mohinozuku, lohakwe, unakasta, minu pizra. അപ്പൊ ഈ കാലകയനോട് മുട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യാറ്റിൻകര ഗോപൻ പാലക്കാട്ട് തെലുങ്കും പറഞ്ഞുകൊണ്ട് നടന്നത്. നെയ്യാറ്റിൻകര ഗോപന്റെ ഇപ്പോഴത്തെ പേരാണ് ഏജന്റ് സെക്സ്. രണ്ട് മണിക്കൂർ 35 മിനിറ്റ് ഗോപന് മാരക മാസ് ബിൽഡപ്പ് കൊടുത്ത് നിർത്തിയിട്ട് അവസാനം 10 മിനിറ്റ് കൊണ്ട് കൊളവാക്കി കലക്കി കടുക് വറുത്ത് കൈ കൊടുത്തു. ముందమ్మా అమ్మాయిని చూపించు. ముందు డబ్బు తర్వాతే అమ్మాయి. నీకు దండం పెడతాను പ്ലീസ്. ക്ലൈമാക്സിലെ മാസ് സീനിന് തീട്ടാവാ ഏട്ടാവാ എന്നൊക്കെയുള്ള ഊള BGMന് പകരം കിടിലൻ രോമാഞ്ചിഫിക്കേഷൻ തോന്നുന്ന ഒരു മാസ് BGM ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ പ്രത്യേകിച്ച് ഗുണമുണ്ടാവുന്നൊന്നും തോന്നുന്നില്ല. ഉദാഹരണത്തിന് ഉണ്ണികൃഷ്ണൻ ബി ആയതുകൊണ്ടോ ജോഷയ്യ ആയതുകൊണ്ടോ ദിലീപ് ദി ലൈവ് ആയതുകൊണ്ടോ ഒന്നും ഒരു സിനിമ രക്ഷപ്പെടാൻ പോകുന്നില്ല. അതിന് ശക്തമായൊരു കഥയും തിരക്കഥയും തന്നെ വേണം. അതിപ്പോൾ ഉദയകൃഷ്ണനല്ല ഉദയസൂര്യൻ ഇറങ്ങി വന്നാലും ശരി. ഇല്ലെങ്കിൽ സിനിമ റിലീസായി കഴിയുമ്പോൾ ഏറിയെന്നിറങ്ങാൻ സമയം കാണില്ല. കേരളത്തിൽ ശ്രീ മോഹൻലാൽ അറിയപ്പെടുന്നത് ലാലേട്ടൻ എന്നാണ്. പക്ഷേ ഇമ്മാതിരിയുള്ള സിനിമകൾ ഇനിയും തുടർന്നാൽ ലാലേട്ടൻ എന്നത് മാറി ലാലയ്യ എന്നായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, എന്നും വിമർശനങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നയാളാണ് മോഹൻലാൽ. ഒരാൾ അതിൻ്റെ എഡിറ്റിംഗ് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്ന ഒരാളോ, മോശമായിട്ട് പറയുന്നതല്ല, പക്ഷെ ഒരു സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ വേണം. ഭാഗ്യത്തിന് ഞാൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഡിറ്റിംഗ് കോഴ്സിൽ ഫൈനൽ ഇയർ ബിരുദ വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് എനിക്ക് വിമർശിക്കാം. ബി ഉണ്ണികൃഷ്ണന്റെ അടുത്ത സിനിമ മമ്മൂട്ടിയുടെ കൂടെയാണെന്ന് കേട്ടു. പ്രിയപ്പെട്ട മമ്മൂക്ക, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ്, ഉണ്ണികൃഷ്ണൻ സാർ സ്ക്രിപ്റ്റും കൊണ്ട് വരുമ്പോൾ ദുൽഖറിന്റെ ബൈക്കും എടുത്ത് നാട് വിടുന്നതാണ് ബുദ്ധി. ഇനി അതല്ല, വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് പറഞ്ഞതുപോലെ മമ്മൂക്ക എങ്ങാനും ഈ ബണ്ണി ട്രാപ്പിൽപ്പെട്ട് സിനിമയുമായി മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചാൽ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ ഇനി റിക്വസ്റ്റ് ഒന്നുമില്ല, ഭീഷണി മാത്രമേ ഉള്ളൂ. കാരണം నేను చాలా డేంజరస్. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.